വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി 4-year UG 4 സെമസ്റ്റർ എക്സാംസിൽ നെക്സ്റ്റ് നടക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറാണ് എൻവയോൺമെന്റ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ആക്ച്വലി ഇത് മെയിൻ പേപ്പർ അല്ല, 1 അവറിൻ്റെ ഒരു എക്സാം മാത്രമാണ് വരുന്നത്. 23 മാർക്സിൻ്റെ എക്സാമാണ്. നിങ്ങൾക്ക് അതിൽ പാസ്സാക്കാൻ 7 മാർക്സ് മതി. സോ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. സോ നമുക്ക് എന്തായാലും ഈ ഒരു പേപ്പറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സോ എൻവയോൺമെന്റ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇതാണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര്. സോ 2 ബ്ലോക്കുകളായിട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. കണ്ടൻസിൽ ഫസ്റ്റ് ബ്ലോക്കിൽ 3 യൂണിറ്റ് വരുന്നു, ദെൻ ബ്ലോക്ക് നമ്പർ 2ലും 3 യൂണിറ്റ് വരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിൽ 23 മാർക്സിൻ്റെ എക്സാം തന്നെയാണല്ലോ അതും വരുന്നത്. നമുക്ക് 1 മാർക്ക്, 2 മാർക്സ്, 5 മാർക്സ് ഈ ഒരു പാറ്റേൺ മാത്രമാണ്. essay ക്വസ്റ്റ്യൻസ് ഇല്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ബുക്കിലോട്ട് പോകുമ്പോൾ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള essay ടൈപ്പിന് സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ബട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ വരില്ല, കാരണം ഷോർട്ട് essay ആണ്. പിന്നെ വരുന്ന 2 മാർക്സ്, 1 മാർക്സ് ആണ്. അപ്പോൾ ചെറിയ ചെറിയ ചോദ്യങ്ങളാണ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കേണ്ടോ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്തും ആ രീതിയിൽ പിക്ക് ചെയ്ത് വേണം പഠിക്കാൻ. പിന്നെ 1 അവറിൻ്റെ എക്സാമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ വേഗം തന്നെ പരിപാടി തുടങ്ങാം. ദെൻ ഞാൻ പറഞ്ഞു 7 മാർക്ക് ജയിക്കാൻ മതി. പാർട്ട് സിയിലെ 2 ചോദ്യങ്ങൾ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 1 മാർക്ക് 2 മാർക്സിലോട്ട് ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങൾ പാസ്സായി എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് വിചാരിച്ചാൽ പാസ്സാക്കാൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ യൂണിറ്റ് ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ബ്ലോക്ക് നമ്പർ 1ൽ ആദ്യം വരുന്നത് യൂണിറ്റ് നമ്പർ 1 എൻവയോൺമെൻറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. ഒരുപാട് കണ്ടൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇതിലാദ്യം തന്നെ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് പറയുന്നുണ്ട്. ഇതിൽ സ്കോപ്പ് ഓഫ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, അതിൽ മേജർ കോമ്പോണൻറ്റ്സ് ഓഫ് എൻവയോൺമെൻറ്റ്, ഇതെന്തായാലും നോക്കി വെച്ചോളൂ. 2 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. മേജർ കോമ്പോണൻറ്റ്സ് ഓഫ് എൻവയോൺമെൻറ്റ്, ഈ 3-4 പോയിന്റ്. ദെൻ നെക്സ്റ്റ് കീ ഇൻറ്റർ ഡിസിപ്ലിനറി ലെൻസസ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ആക്ച്വലി സ്കോപ്പ് ഓഫ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ സ്കോപ്പ് ഓഫ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്നോ അതല്ലെങ്കിൽ ഈ കാര്യങ്ങൾ സെപ്പറേറ്റ് മാത്രമായിട്ടും ചോദിക്കാം. ഇപ്പോൾ ഇവിടെ മേജർ കോമ്പോണൻറ്റ്സ് ഉണ്ട്, ഇൻ്റർ ഡിസിപ്ലിനറി ലെൻസസും ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ സ്കോപ്പ് എന്ന് മാത്രമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് എടുത്തിട്ടും ചോദിക്കാം കേട്ടോ. സോ ഇതാണ് അതിൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് ഈ ഒരു യൂണിറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ബയോഡിവേഴ്സിറ്റിനെ പറ്റിയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ബയോഡിവേഴ്സിറ്റി എന്താണെന്നുള്ളത് 1 മാർക്കോ 2 മാർക്കോ ആയിട്ടും ചോദിക്കാം. 5 മാർക്കിൻ്റെയും സ്കോപ്പ് ഉണ്ട്. നാച്ചുറൽ സിസ്റ്റത്തിലെ ബയോഡിവേഴ്സിറ്റി. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 3 പ്രൈമറി ടൈപ്സ്: ജനറ്റിക് ഡിവേഴ്സിറ്റീസ്, സ്പീഷ്യസ് ഡിവേഴ്സിറ്റി, ഇക്കോ സിസ്റ്റം ഡിവേഴ്സിറ്റി. അപ്പോൾ ഈ 3 ടൈപ്സ് ഡിവേഴ്സിറ്റി, ബയോഡിവേഴ്സിറ്റി എന്താണെന്നും ഇതിനെ പറ്റിയിട്ട് 3 ടൈപ്സ്, അങ്ങനെയുള്ളൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ബയോഡിവേഴ്സിറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം 5 മാർക്കിൻ്റെയിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ 2 മാർക്കിൻ്റെ സെപ്പറേറ്റും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നിർബന്ധമായും പഠിക്കാം. ദെൻ 1 മാർക്കിൻ്റെയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ടേമുകളാണ് ഇപ്പം എൻമിനിസം. വെസ്റ്റേൺ ഗാർഡ്സ് ഹാവ് ഹൈ ഡിഗ്രി ഓഫ് എൻമിനിസം, മീനിങ് മെനി സ്പീഷീസ് ഫൗണ്ട്. അപ്പോൾ എൻമിനിസം എന്താണെന്നുള്ളത് 1 മാർക്കിൻ്റെ ചോദ്യത്തിലേക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ബയോഡിവേഴ്സിറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഏരിയ ആണ്. ദെൻ നെക്സ്റ്റ് നമ്മളിതിൽ ഫോക്കസ് കൊടുക്കേണ്ടത് ഇക്കോസിസ്റ്റം സർവീസസ് ഉണ്ട്, നോക്കി വയ്ക്കാം. ദെൻ എൻവയോൺമെൻറ്റൽ പ്രോസസ്സ്, ഇതിൽ കാർബൺ സൈക്കിൾ 1 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും നോക്കി വെച്ചോളൂ കാർബൺ സൈക്കിള്. പിന്നെ നമ്മളിതിൽ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ
ഇമ്പാക്റ്റ് ഓഫ് ഡീഫോറസ്ട്രേഷൻ ഓൺ കാർബൺ സൈക്കിൾ ഉണ്ട്. കാർബൺ സൈക്കിള് അതാണ് നമ്മൾ മെയിനായിട്ട് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. കാർബൺ സൈക്കിൾ എന്താണെന്നുള്ളത് ആ കാര്യം നോക്കാം. ദെൻ ബയോളജി ആൻഡ് ബയോഡിവേഴ്സിറ്റി, പിന്നെ നമ്മളതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഒരുപാടുണ്ടെങ്കിലും പിക്ക് ചെയ്ത് പഠിക്കാനാണ് ഞാൻ പറഞ്ഞത്. ലാസ്റ്റ് ഏരിയയിലുള്ള കാര്യങ്ങളാണ്. ഗ്രീൻ ഇക്കോണമി എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കുക, നിർബന്ധമായും പഠിക്കുക. ഗ്രീൻ ഇക്കോണമി കേട്ടോ. ഗ്രീൻ ഇക്കോണമി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ നിന്ന് കണ്ടിങ്ങനെ വലിച്ചു വാരി കുറേ ഉണ്ടെങ്കിൽ നമ്മൾ പിക്ക് ചെയ്ത് പഠിക്കുക. നിങ്ങളുടെ ടൈമിൻ്റെ ബേസിൽ ബാക്കിയുള്ളത് നോക്കും ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഈ പറയുന്ന ക്ലൈമറ്റിനെ പറ്റിയ കൺസെപ്റ്റ് ഓഫ് ക്ലൈമറ്റ് ആൻഡ് വെതറാണ് ക്ലൈമറ്റ് ആൻഡ് വെതറാണ്. സോ അതൊക്കെ നമുക്ക് ഒരുപാട് വലിച്ചു വാരി കാണാൻ സാധിക്കും വെതർ ആൻഡ് ക്ലൈമറ്റിനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ആദ്യത്തെ ബേസിക്സും പിന്നെ ബയോഡിവേഴ്സിറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ഗ്രീൻ ഇക്കോണമി, അങ്ങനെയുള്ള ടീമുകളില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ. അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസിലോട്ട് ഫോക്കസ് കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് 2 മാർക്സ് 5 മാർക്സ് ക്ലൈമറ്റ് ചേഞ്ച് എന്താണെന്നുള്ളത് ലാസ്റ്റത്തെ പറഞ്ഞത് നോക്കിയോളൂ കേട്ടോ. അങ്ങനത്തെ ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആണ്. സോ ഇതിൽ നിന്ന് 5 മാർക്കോ 2 മാർക്കോ ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. ഇതിൽ ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് നേച്ചുറൽ റിസോഴ്സസ് വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. 2 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. എയർ, വാട്ടർ, സോയിൽ, ഈ ഒരു കാര്യം നിർബന്ധമായും പഠിക്കാം കേട്ടോ. ഇമ്പോർട്ടൻറ്റ് നേച്ചുറൽ റിസോഴ്സസ് ഇനി 5 മാർക്കിൻ്റെയിലേക്കും ചോദിക്കാം. 5 പോയിൻ്റ് അല്ല അവിടെ വരുന്നത്. ദെൻ അതിനുശേഷം 5 മാർക്കിൽ ഈ പറയുന്ന ഡിഫറൻസ് റിന്യൂവബിൾ റിസോഴ്സസും നോൺ റിന്യൂവബിൾ റിസോഴ്സും തമ്മിലുള്ള ഡിഫറൻസ് 2 മാർക്കോ 5 മാർക്കോ ഏതിനെ എക്സ്പെക്ട് ചെയ്യാം, സ്കിപ്പ് ചെയ്യരുത്. ഇമ്പോർട്ടൻസ് ഓഫ് നേച്ചുറൽ റിസോഴ്സസ് ഉണ്ട്, അതും നോക്കി വയ്ക്കുക. അപ്പോൾ ഈ ആദ്യം പിന്നെ കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് അതിന് ശേഷമുള്ളത് ഇതിൽ ആദ്യത്തെ ഈ പറയുന്ന കുറച്ച് ഏരിയാസാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഇതിന് ശേഷമുള്ള ഏരിയാസ് അധികം വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ ത്രെറ്റ്സ് ടു നാച്ചുറൽ റിസോഴ്സസ് എഗെയിൻ നോക്കേണ്ടതാണ്. അപ്പോൾ ആദ്യത്തെ ഈ ഏരിയാസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. മേജർ ടൈപ്സ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഈ പറഞ്ഞ ഡിഫറൻസ്, പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. ഇനി നെക്സ്റ്റ് റിന്യൂവബിൾ റിസോഴ്സസ് ആണ്. അതിലിപ്പോൾ 1 മാർക്കിൻ്റെ ചോദിക്കുന്നുണ്ട് സോളാർ എനർജി എന്താണ്. 2 മാർക്കിൻ്റെയിലേക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസ് ചോദിക്കാം. അപ്പോൾ അത് ആ രീതിയിൽ നോക്കി വയ്ക്കുക. ഹൈഡ്രോ പവർ 1 മാർക്ക് ചോദ്യം. ദെൻ നെക്സ്റ്റ് മെറിറ്റ്സ് വിൻഡ് എനർജി നോക്കി വയ്ക്കുക എന്ന് മാത്രം. ഈസി അല്ലേ, നമുക്ക് നമ്മുടെ ഓൺ വേർഡ്സിൽ എഴുതി വയ്ക്കാൻ പറ്റുന്ന ഒന്നാണത്. ഇനി നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നത് ബയോ എനർജി 1 മാർക്ക് ചോദ്യം. ന്യൂക്ലിയർ എനർജിയും 1 മാർക്കിൻ്റെയിലേക്ക് ചോദിക്കാം. ആ രീതിയിൽ നോക്കി വയ്ക്കുക. അതല്ലാണ്ട് ഇത് വലിച്ചു വാരി പഠിച്ച് നേരങ്ങളതിൻ്റെ ആവശ്യമില്ല കേട്ടോ. കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. അങ്ങനത്തെ ചോദ്യങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ല. ഇനി നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഫോസിൽ ഫ്യൂവൽസ് എന്താണ് 1 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കുന്നു. ഇനി നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. ഈ ലാസ്റ്റ് ഏരിയ ഇമ്പാക്റ്റ് ഓഫ് ഡിപ്ലീഷൻ ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഓൺ കീ സെക്ടേഴ്സ്. ഈ ഒരു 3-4-5 പോയിന്റുകൾ നോക്കി വെച്ചോളൂ കേട്ടോ. ലാസ്റ്റ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. സോ ദാറ്റ്സ് അബൌട്ട് യൂണിറ്റ് നമ്പർ 2. മൂവിങ് ടു യൂണിറ്റ് നമ്പർ 3, മേജർ ത്രെറ്റ്സ് ടു നാച്ചുറൽ റിസോഴ്സസ്. അതിൽ ത്രെറ്റ്സ് ടു ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം ഇതാണ് ചോദ്യം. അതിൽ ഡീഫോറസ്റ്റേഷൻ എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡീഫോറസ്റ്റേഷൻ്റെ പറ്റിയിട്ടുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. 2 മാർക്കോ 5 മാർക്കിൻ്റെയിലേക്കും വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ഡീഫോറസ്റ്റേഷൻ നിർബന്ധമായും പഠിക്കുക. മൈനിങ് എന്താണ് മറ്റൊരു ചോദ്യമാണ്. മൈനിങ് 2 മാർക്കിൻ്റെയിലും ചോദിക്കാം. അതിൽ മേജർ ഇഫക്ട്സ് ഓഫ് മൈനിങ് ഓപ്പറേഷൻസ് ഓൺ ഫോറസ്റ്റ് എന്നുള്ളത് 5 മാർക്കിൻ്റെയിലേക്കും പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ മൈനിങ് ഞാൻ ഈ പറഞ്ഞത് സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ. അതാണ് മറ്റൊരു ഏരിയ. ഇനി നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പോൾ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഓൺ ലാർജ് ഡാംസ് എന്ന് പറയുന്നത് വലിയ കുറേ എഴുതാനുള്ളത്. ഞാനതങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇനി
കണ്ടോ, വലിയ ചോദ്യമാണ്. ഇനി വാട്ടർ റിസോഴ്സസ്, അതിനുശേഷം കാണാം വാട്ടർ റിസോഴ്സ് ടൈപ്സ് കാണാം. അതിൽ ഈ ഒരു ഏരിയ വാട്ടർ സ്കേഴ്സിറ്റി, ത്രെഡ്സ് ടു വാട്ടർ റിസോഴ്സസ്, അതൊന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ത്രെഡ്സ് ടു വാട്ടർ റിസോഴ്സസ് കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്, പോയിന്റ് എളുപ്പമാണ്, നോക്കി വെച്ചോളൂ. ഓക്കെ, വാട്ടർ ലോഗിങ് എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതാണ് അതിനേക്കാളും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. വാട്ടർ പൊല്യൂഷൻ ആണ്, അങ്ങനെ ആയിരിക്കും ചോദിക്കുക. സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ, അതാണ് കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ, അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നത്. 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. പിന്നെ വാട്ടർ ലോഗിങ് എന്താണെന്നുള്ളതും നോക്കി വെച്ചോളൂ കേട്ടോ, അത് 1 മാർക്കിൻ്റെ ചോദ്യത്തിൽ. ദെൻ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഡ്രോട്ട് എന്താണ് ജസ്റ്റ് നോക്കാം. ദെൻ നെക്സ്റ്റ് 2 മാർക്സിന് സോയിൽ ഇറോഷൻ 1 മാർക്സ് ചോദ്യം, 1 മാർക്സോ 2 മാർക്സിൻ്റെ എന്തെങ്കിലും പ്രതീക്ഷിക്കാം. ദെൻ കോസസ് ഓഫ് ഡെസർട്ടിഫിക്കേഷൻ, വലിയ ചോദ്യമാണത്. അങ്ങനെ ഞാൻ 1 മാർക്കിൻ്റെയിലേക്ക് എന്താണെന്ന് നോക്കി വെച്ച് പോകുന്നുള്ളൂ, ഡെസർട്ടിഫിക്കേഷൻ എന്താണെന്ന് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ ഞാൻ മെയിനായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിന് ശേഷമുള്ള കാര്യങ്ങൾ കുറച്ചൊരു ലാണ്ട് വലിയ ചോദ്യങ്ങളാണ്, ഞാൻ അതങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് യൂണിറ്റ് നമ്പർ 3. മൂവിങ് ടു ബ്ലോക്ക് നമ്പർ 2, യൂണിറ്റ് നമ്പർ 1, സൊല്യൂഷൻസ് ടു. അപ്പോൾ പഠിക്കുന്ന സമയത്ത് വലിച്ചു വാരി പഠിക്കാണ്ട് 2 മാർക്സ് 5 മാർക്സ് 1 മാർക്സിന് സ്കോപ്പുള്ള ഏരിയാസ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് എടുത്ത് പഠിക്കുക കേട്ടോ. ദെൻ സൊല്യൂഷൻസ് ടു കണ്ടംപററി എൻവയോൺമെൻറ്റൽ ത്രെഡ്സ്, അതാണ് സസ്റ്റൈനബിൾ. അതിൽ ആദ്യം കാണാൻ സാധിക്കുക നിങ്ങൾക്ക് കൺസർവേഷൻ സ്ട്രാറ്റജീസ് ഫോർ ഫോറസ്റ്റ് റിസോഴ്സസ്, വലിയതാണ്, ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. ഡിഫറൻസ് ബിറ്റ്വീൻ എഫോറസ്റ്റേഷൻ ആൻഡ് റീഫോറസ്റ്റേഷൻ, ചിലപ്പോൾ റീഫോറസ്റ്റേഷൻ എന്താണെന്നുള്ളൊരു ചോദ്യം, അതെന്തെങ്കിലും നോക്കി വെച്ചോളൂ കേട്ടോ. ആഗ്രോ ഫോറസ്ട്രി 1 മാർക്കോ 2 മാർക്സിനോ നമുക്ക് പ്രതീക്ഷിക്കാം, എന്തായാലും നോക്കാം. ഓക്കെ, സോഷ്യൽ ഫോറസ്ട്രി, ആഗ്രോ ഫോറസ്ട്രി, ഇതൊക്കെ എന്താണെന്ന് എന്തായാലും നോക്കാട്ടെ, 2 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് കോസ്റ്റൽ റെഗുലേഷൻ സോൺ CRZ 1 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. 1 മാർക്കോ 2 മാർക്കോ ഒക്കെ ആയിട്ട് പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് ഫങ്ഷണൽ എലമെൻറ്റ്സ് ഓഫ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അതൊരു 5 മാർക്ക് ചോദ്യമാണ്. ശരിക്കും അതിനുള്ള സ്കോപ്പ് ഉണ്ട്, അതെന്തെങ്കിലും നോക്കി വെച്ചോളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് സീറോ വേസ്റ്റ് എന്താണ്? 1 മാർക്കിൻ്റെ ചോദ്യം, 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ആ രീതിയിൽ പ്രതീക്ഷിക്കാം. ഇഫക്ട്സ് ഓഫ് പ്ലാസ്റ്റിക് ചോദിക്കുമെന്ന് അറിയില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇടാൻ പറ്റുന്ന ലാസ്റ്റ് അതാണ് വരുന്നത്. മൈക്രോ പ്ലാസ്റ്റിക് എന്താണെന്ന് നോക്കാം. ഇഫക്ട്സ് ഓഫ് പ്ലാസ്റ്റിക് കോമൺ ക്വസ്റ്റ്യൻ ആണ്, ചിലപ്പോൾ ചോദിക്കാമെന്ന് മാത്രം. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു യൂണിറ്റിൽ ഫോക്കസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് മൂവ്മെൻറ്റ്സ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത്. അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. മേജർ എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പീരീഡ് അപ് ടു 2000 എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചിപ്കോ മൂവ്മെൻ്റ് ഉണ്ട്, നർമ്മദ ബച്ച ആന്തോളൻ ഉണ്ട്, ദെൻ സൈലൻറ്റ് വാലി മൂവ്മെൻ്റ് ഉണ്ട്. പല കാര്യങ്ങളും നമുക്കിതിൽ കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്കറിയാം, നർമ്മദ ബച്ച ആന്തോളൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നർമ്മദ ബച്ച ആന്തോളൻ 2 മാർക്കിൻ്റെയിലേക്ക് ശരിക്കും പറഞ്ഞാൽ കൂടുതലുണ്ട്, അതെന്തെങ്കിലും പഠിച്ചു വയ്ക്കുക. 2 മാർക്കിൻ്റെയിലോ ഏതെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഹരിത കേരളം മിഷൻ, അതും നോക്കാം. ഇത് രണ്ടും എന്താണെന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. അതുപോലെ തന്നെ സ്വച്ഛ് ഭാരത് അഭിയാൻ, അതും ശരിക്കും പോപ്പുലർ ആയിട്ടുള്ള ഒന്നല്ല. അപ്പോൾ നർമ്മദ ബച്ച ആന്തോളൻ, സ്വച്ഛ് ഭാരത് അഭിയാൻ, കേരള മിഷൻ, ഇത് 3ഉം എന്താണെന്ന് 2 മാർക്സിൻ്റെയിലേക്ക് പ്രതീക്ഷിക്കാം ഓരോന്നെടുത്തിട്ട്. ഓക്കെ, ഇപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്വച്ഛ് ഭാരത് അഭിയാൻ 5 പോയിൻ്റാണ്, 5 മാർക്കിൻ്റെയിൽ ഇടാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു യൂണിറ്റിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. മൂവിങ് ടു ലാസ്റ്റ് യൂണിറ്റ്, UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ആണ് നമുക്ക് ലാസ്റ്റ് വരുന്നത്.
അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണ് 2 മാർക്കിൻ്റെയിലോ 1 മാർക്കിൻ്റെയിലോ ചോദിക്കാം. എൻ്റെ പ്രിൻസിപ്പിൾസാണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുക. അപ്പോൾ എന്താണെന്നുള്ളത് ചോദിക്കാം. അതിന് ശേഷം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് 2 മാർക്കിൻ്റെയിൽ ചോദിക്കാം. വലിയ ഗോൾസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാടുണ്ട്. അതാണ് ഈ യൂണിറ്റിൽ കുറേ ഉള്ളത്. അപ്പോൾ ഇത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം ഉണ്ടാവില്ല, കാരണം അത് വലിയ ചോദ്യമല്ലേ. അപ്പോൾ എന്താണ് SDG എന്നുള്ളത് 2 മാർക്കിൻ്റെയിലേക്ക് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിന് പഠിച്ചോ. അതല്ലാണ്ട് വലിയത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വലുതിനുള്ള സ്കോപ്പ് ഉണ്ട്, ബട്ട് ഇവിടെ essay വരില്ലല്ലോ, ഷോർട്ട് essay അല്ലല്ലോ. പിന്നെ ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്താണ് 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കുക കേട്ടോ. എന്തായാലും നോക്കി വെച്ചോളൂ. അതിൻ്റെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഗ്ലോബൽ വാർമിംഗ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്താണ്, ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് 5 മാർക്കിൻ്റെയിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇംപ്ലിക്കേഷൻസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് 5 മാർക്കിൻ്റെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇംപ്ലിക്കേഷൻസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. നിർബന്ധമായും പഠിച്ചു വയ്ക്കണം 5 മാർക്സിൻ്റെയിലേക്ക് കേട്ടോ. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് ഈ 7 പോയിന്റ്സ്. ക്ലൈമറ്റ് ചേഞ്ച് എന്താണെന്നുള്ളതാണ് പിന്നെ കാണാൻ സാധിക്കുക, അത് നോക്കിക്കോളോ. ക്ലൈമറ്റ് ചേഞ്ച് 2 മാർക്സിലേക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ഇതിലിപ്പോൾ ഗ്ലോബൽ വാർമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. G20 സമ്മിറ്റ് എന്താണ് 2 മാർക്ക് ക്വസ്റ്റ്യൻ. അതൊക്കെ 2 മാർക്കിൻ്റെയിലേക്ക് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ, വലിയ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ എന്താണെന്ന് നോക്കി വെച്ചു. UNFCCC എന്താണെന്നുള്ളത് മാത്രം നോക്കി വയ്ക്കുക. അതല്ലാണ്ട് വലിയ മാർക്കിൻ്റെയിൽ പ്രതീക്ഷിക്കുന്നില്ല. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്താണെന്ന് മാത്രം നോക്കി വെച്ചോട്ടോ. ദെൻ കാർബൺ ക്രെഡിറ്റ് ആൻഡ് കാർബൺ ട്രേഡിംഗ്, അതിലിപ്പോൾ കാർബൺ ക്രെഡിറ്റ് എന്താണെന്നുള്ളത് 2 മാർക്സിന് ചോദിക്കും. എന്തായാലും നോക്കാം എന്താണ് കാർബൺ ക്രെഡിറ്റ്. 2 മാർക്സിലേ പ്രതീക്ഷിക്കുന്നുള്ളൂ കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ആ യൂണിറ്റിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നിന്ന് SAക്ക് 5 മാർക്കിനുള്ള സ്കോപ്പ് ഉണ്ട്, 2 മാർക്സിനുള്ള കുറേ ടീമുകളുണ്ട്, ഞാൻ പറഞ്ഞതൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയേ SAക്ക് ലാസ്റ്റ് യൂണിറ്റിൽ നിന്ന് ഗ്ലോബൽ വാർമിംഗ് എന്തെങ്കിലും നോക്കാം. ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ നർമ്മദ ബച്ചാൻ ആന്തോളൻ ആ ഒരു ഏരിയ, സ്വച്ഛ് ഭാരത്, ഇതൊക്കെ ഇതിന് മുമ്പുള്ള യൂണിറ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ബ്ലോക്കിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളും ഫോക്കസ് ചെയ്യേണ്ടതൊക്കെ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നോക്കുക. അപ്പോൾ വലിച്ചുവാരി വലിയ വലിയ ടോപ്പിക്കുകൾ ഒരുപാട് ഈ സബ്ജക്റ്റിലുണ്ട്. അപ്പോൾ അതിലോട്ട് പോകാണ്ട് പിക്ക് ചെയ്ത് 2 മാർക്സിന് 1 മാർക്സിന് 5 മാർക്സിന് സ്കോപ്പുള്ളത് എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളിലോട്ട് കൂടുതൽ പോകുക. ഇനി പറയാനുള്ളത്, നിങ്ങളാണ് ഈ എക്സാം ആദ്യമായിട്ട് എഴുതുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ചോദ്യമായിരിക്കും വരാമെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ 100% പറയാൻ പറ്റില്ല. എന്നാലും ഈ സബ്ജക്റ്റിൻ്റെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കുകളുടെ ഇമ്പോർട്ടൻസിൻ്റെ ബേസിലുള്ളൊരു സജഷൻസാണ് നമ്മൾ തരുന്നത്. പിന്നെ നമ്മുടെ കോർ പേപ്പർ പോലും അല്ല. ഓക്കെ, ഇതൊക്കെ വരുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ ഇതിലല്ലാണ്ട് എന്തെങ്കിലും മാറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതാക്കരുത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം കവർ ചെയ്യുക, അതിനുശേഷം ബാക്കിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട്. ഇനി നമുക്ക് പുതിയൊരു പേപ്പറുണ്ട്, പ്രാക്ടിക്കൽ ടാക്സേഷനാണ്. സോ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.